ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് തായ്ലാന്റ് ഡേ 3 പാർട്ട് 2 അപ്പോൾ പാർട്ട് 1 കാണാത്തവരാദ്യം പാർട്ട് 1 കാണാം, എന്നിട്ട് പാർട്ട് 2 കാണാൻ വരിക. അപ്പോൾ നമ്മൾ സാങ്ച്വറി ഓഫ് ട്രൂത്ത് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. എവിടേക്കാണെന്നല്ലേ? യെസ് ഗായ്സ്, വി റീച്ച് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ എല്ലാവർക്കും തായ്ലാന്റ് സീരീസ് എപ്പിസോഡ് നമ്പർ 8 സ്വാഗതം. അപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ മ്യൂസിയം സെറ്റപ്പാണ് ഇവിടെ നമുക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ഏൻഷ്യൻ്റ് സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ഇനി നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ബൈ ബോട്ടാണ് ഐലൻഡിലേക്ക്. അപ്പോൾ ഈ കാണുന്ന പിങ്ക് ബോട്ടാണ് കേട്ടോ നമ്മുടെ ബോട്ട്. അങ്ങനെ നമ്മുടെ ഡ്രൈവർ നമ്മളോട് റെഡിയല്ലേ എന്ന് ചോദിച്ചിട്ട് ബോട്ട് എടുത്തു. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐലൻഡ്സ് പോലും ഇവർ വെറുതെ വിട്ടില്ല, അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക്. പറഞ്ഞു നീന്തനെ കൊള്ളാന്ന് പേടി. ഇവിടെ എല്ലാരും ഫുള്ള് വൈപാട്ടു. ഹലോ, എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരത്? എത്രയായിട്ടും അങ്ങോട്ട് കിട്ടില്ല. സണ്ണി അമ്പട കേമ. എന്താണ് വൈബ് എന്ന് പറയുന്നത്? ഇവിടെ നല്ല വൈബ്. ഡ്രൈവർ ഉണ്ടാണ്ടങ്ങനെ കുത്തിയിരിക്കാൻ നമ്മളെ കിട്ടൂല. നിങ്ങളെ നേരത്തെ വിളിച്ചപ്പോ നിങ്ങള് മൈൻഡ് ചെയ്തില്ലല്ലോ ഞങ്ങള്. ഗായ്സ് എല്ലാരും ഒരു ഹായ് പറയാ. അതന്നെ ഗായ്സ്, ഫുഡ് അതും ബോട്ടിൽ തന്നെ കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്ന. എന്താ വൈഫ് നോക്കി ചങ്ങായിമാരേ. ഓളത്തിൽ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ. പിടിക്കരേ പച്ചക്കുത്തിക്കണ. അങ്ങനെ നമ്മൾ ഓളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മാർക്കറ്റൊക്കെ എത്തിട്ടോ. അതിന്റെ അടിയിലൊരു ബോട്ടുണ്ട്. ഓ, ക്യാമറയിൽ കാണുന്നില്ലല്ലോ. നമ്മള് അവസാനം വെള്ളം തൊടാൻ പോവുകയാണ് ഗൈസ്. എന്താ റോഡൊക്കെ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ അവിടെ. ഈ ഏരിയ മുങ്ങിപ്പോയതാണ്. ഇനി ഐലൻഡ് എങ്ങാനായിരിക്കും. നമുക്ക് കേറാൻ സമയമായിരിക്കും. ഗൈസ്, ഒരു സങ്കട വാർത്ത ഉണ്ട്. ബോട്ടിൽ നിന്ന് നമ്മൾ ഈ ഐലൻഡിലേക്ക് മാത്രമേ വരുള്ളൂ. ബാക്കി നമ്മൾ ബൈ റോഡ് നടന്നു പോണം ഗൈസ്. നഷ്ടമാണ് ഗൈസ്, കഷ്ടമാണ് ഗൈസ്. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ഫ്ലോട്ട് ചെയ്ത് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മാർക്കറ്റിലാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇനി ഫുള്ള് നമ്മൾ നടക്കണം. ഇനി ഒരു ബോട്ടിലും വരവും പോക്കില്ല. അപ്പോൾ ഇവിടെ നിറയെ കടകളുണ്ട്. ആദ്യം തന്നെ നമുക്ക് കയറി ചെല്ലുമ്പോൾ കുറച്ച് തുണീൻ്റെ കട കാണാം. പിന്നെ ഒരു സെക്ഷൻ കഴിയുമ്പോൾ എന്താ പറയുക, ഫുഡാണ്, ഫുള്ള് ഫുഡ്. അതായത് മാംഗോ സ്റ്റിക്കി റൈസ്, ബോബ ടീ, ബാർബിക്യൂ, അങ്ങനത്തെ പലതരം ഭക്ഷണങ്ങളാണ് ഇവിടെ.
ബൈ ദ ബൈ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ എൻട്രൻസിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. ഞാൻ വരാൻ ഇച്ചിരി ലേറ്റായി, അതുകൊണ്ട് തന്നെ ഞാൻ ആരും കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച എല്ലാവരും ഉള്ളിൽ കയറി, ഞാൻ ഒറ്റയ്ക്കായി പോയിരുന്നു. അത് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിൽ കയറി. അവരെനിക്ക് ഗേറ്റ് തുറന്നു തന്നു. അതാലോചിക്കണം നിങ്ങളത്, നോട്ട് ദ പോയിന്റ്. അവരെനിക്ക് ഗേറ്റ് തുറന്നു തന്നു. ഞാൻ ഉള്ളിൽ പോയിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. നോക്കുമ്പോൾ ഇവർ പുറത്തന്നെയായിരുന്നു. എന്നിട്ട് എന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഞങ്ങളിപ്പോഴും പുറത്താണ്, നിങ്ങൾക്കെന്താ അവിടെ പണിയുന്നു? ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അവരൊക്കെ പറഞ്ഞ്, നിന്നെ കാണാൻ ഇവിടുത്തെ ആൾക്കാരെ പോലെ തന്നെ ആയതുകൊണ്ടായിരിക്കും ഉള്ളിൽ കയറ്റിയത്. അപ്പോൾ അതൊരു പുതിയ യാത്രാ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് വിട്, നമ്മളിപ്പോൾ പോയി ഒരു ചെറിയ കട കണ്ടിരുന്നു. അവിടെ വിൽക്കുന്നത് വേറെ ഒന്നുമല്ല ഗൈസ്, മുതലേറച്ചിയാണ്. അപ്പോൾ ഒരു മുതലേറച്ചിയാണ് ഞങ്ങളിപ്പോൾ വാങ്ങിയിരിക്കുന്നത്, മുതല ബാർബിക്യൂ. യെസ് ഗൈസ്, നമ്മൾ മുതല ബാർബിക്യൂ കഴിക്കാൻ പോവുകയാണ്. ആദ്യം കണ്ടപ്പോൾ ചെറിയ അറപ്പൊക്കെ തോന്നി. ഞാൻ വിചാരിച്ചു ഇത് മുതല തന്നെയാണോന്ന്. കഴിച്ചു നോക്കിയിട്ടോ ഗൈസ്, ചൂടുണ്ടായിരുന്നു. എന്നാലും സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ച്യൂയാണ് കേട്ടോ, നല്ല ച്യൂയാണ്. പക്ഷെ ബീഫില്ലേ, ബീഫ് പോലെ തന്നെ ഉണ്ട് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ആ സോസിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതിന്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് മുതലേൻ്റെ മുഖം ആലോചിച്ചാലല്ലേ ആ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. മുതല ആണെന്ന് വിചാരിക്കാതെ തിന്നാൽ മതി. അമ്മ കഴിച്ചു, അമ്മയും പറഞ്ഞത് സ്പൈസിയാണ്, ച്യൂയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇത് ഒരു മുതലിറച്ചിയായിട്ട് തോന്നിയിട്ട് തന്നെയല്ല, ബീഫ് കഴിച്ച പോലെ ആയിരുന്നു. റബ്ബർ പോലെ ഉള്ളൊരു ബീഫ്. അങ്ങനെ എൻ്റെ ഏട്ടൻ കഴിച്ചു നോക്കുകയാണ്. ഏട്ടനും കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സൂപ്പറാണെന്നാണ്. കുഴപ്പമില്ല ടേസ്റ്റ്, പക്ഷേ ആ ഒരു സോസും കൂടെ വരുമ്പോൾ സൂപ്പറാണെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അച്ഛൻ കഴിച്ചു, അച്ഛനും അതേപോലെ തന്നെ സൂപ്പറാണെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മുതലയ്ക്ക്. ഒരേ സമയത്ത് ക്രഞ്ചിയുമാണ്, അല്ല ക്രഞ്ചിയല്ല, ച്യൂയുമാണ്, പക്ഷെ ടേസ്റ്റും ഉണ്ട്. സ്പൈസിയുമാണ്, പക്ഷെ ചെറിയൊരു മധുരമുണ്ട്. അതാണ് ഈ മുതലയിറച്ചീൻ്റെ ഒരു ബാലൻസ്, ടേസ്റ്റിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നോക്കുമ്പോൾ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അത് ഏത് വാങ്ങണമെന്ന് എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയില്ലല്ലോ ഞങ്ങൾക്ക്. അങ്ങനെ അതാ ഗൈസ് തളവക്കുട്ടനൊക്കെ ഉണ്ട്. അല്ല, തവളക്കുട്ടനെ ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഇവിടെ. പിന്നെ പുഴുണ്ട്. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതല്ലേ, ഇതൊക്കെ എന്ത്. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ജ്യൂസസ് ഉണ്ട്, ബാർബിക്യൂസ് ഉണ്ട്, മുട്ടായികളുണ്ട്, പിന്നെ മാംഗോ സ്റ്റിക്ക്, റൈസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇളനീ വെള്ളം കൊടുക്കും. പിന്നെ ബോബാട്ടി ഉണ്ട്. ബോബാട്ടി നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും. കുറേ കാലമായി ബോബാട്ടി വേണമെന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് ദ വൺ ആൻഡ് ഓൺലി ചിക്കൻ ആൻഡ് പോർക്ക്. യെസ് ഗൈസ്, നമ്മൾ ബാർബിക്യൂ ചെയ്ത ചിക്കനും പോർക്കുമാണ് കഴിക്കാൻ പോകുന്നത്. അതിനകത്ത് ഒരെണ്ണം പോർക്കും ബാക്കിയുള്ള ചിക്കനും കേട്ടോ. അങ്ങനെ ഇങ്ങനെ പോവുകയാണ് നമ്മൾ. നമ്മുടെ പോർക്ക് ബാർബിക്യൂ ആൻഡ് ചിക്കൻ ബാർബിക്യൂ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമുക്ക് നമ്മുടെ ബാർബിക്യൂസ് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ബാർബിക്യൂമായി പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ ചിക്കനാണ് കഴിച്ചു നോക്കാൻ പോകുന്നത്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ചൂടുണ്ട്, പക്ഷെ സോഫ്റ്റാണ്. മധുരം ഉണ്ട് കേട്ടോ ഇതിന്. ഇവരുടെ എല്ലാ ഭക്ഷണത്തിനും മീറ്റിനും ഏകദേശം ഇവർ മധുരമുള്ള സോസാണ് ഇടുക. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കി. അടുത്തതും ചിക്കൻ തന്നെയാണ്. ഇതും ചിക്കൻ അല്ലേ? ചിക്കൻ തന്നെ. ഇതിനും മധുരം തന്നെയാണ്, പക്ഷേ എന്താ പറയുക, എരിവുണ്ട്, ചെറിയൊരു എരിവുണ്ട്, മൈൽഡായിട്ടുള്ളൊരു എരിവുണ്ട്, എന്നാൽ മധുരമുണ്ട്. അത് ഇവരുടെ ഏകദേശം എല്ലാ ഭക്ഷണത്തിനും മധുരം കൂടുതലാണ്. കൂടുതലല്ല, മധുരമുണ്ട്. ഇപ്പോൾ അതേപോലെ നമ്മൾ പോർക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പോർക്ക് കിടിലാണെന്നാണ് പറഞ്ഞത്, പക്ഷേ അഗെയിൻ മധുരം, അതാണ് പ്രശ്നം. പക്ഷേ ആ മധുരം ഒരു കുറ്റിയായിട്ട് കാണുന്നില്ല ഞങ്ങളാരും. നല്ല ടേസ്റ്റ് ഉണ്ട് ആ മധുരത്തിന്. കൂടാതെ നിങ്ങളാ കാണുന്ന കോലില്ലേ, അത് ഷുഗർ കെയിനാണ്.
അപ്പം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇവർ ചെയ്യുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതാ ഷുഗർ കെയിൻ. അങ്ങനെ ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റത്തെ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നു. ദാ ഗൈസ്, ഞങ്ങളെ പോലെ തന്നെ ഒരു ഗ്രൂപ്പ് അതാ പോണ്. അങ്ങനെ ഇവിടുത്തെ ഭംഗിയും കണ്ട് നിന്ന കുറേ സമയം പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനല്ല, നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അഗെയിൻ ഇവിടെ ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സസ് വാങ്ങാം. റോൾ ഐസ്ക്രീം ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്. അതായത് ഇവിടുത്തെ ഫ്രൂട്ടിൻ്റെ ഷേപ്പിലുള്ള ഐസ്ക്രീം കണ്ടോ, തായ് ഫ്രൂട്ട് ഐസ്ക്രീംസ്. പിന്നെ വീണ്ടും മുതലിറച്ചികളുണ്ട്. പിന്നെ ബോബാട്ടി ഉണ്ട്, ബോബാട്ടി, ഗ്രിൽഡ് ഫിഷ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്നല്ലേ, യെസ് ഗൈസ്, അവിടെ എന്തോ ഡാൻസ് സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാണുക, കണ്ടിട്ട് ബാക്കി ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും ഡാൻസ് കണ്ടില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നൊന്ന് കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ വീണ്ടും നമുക്ക് പോകുമ്പോൾ ഇവിടേക്ക് കോൺ ഡോഗ്സ് ഉണ്ട്, പലതരം കോൺ ഡോഗ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കട്ട്ലറീസ് വിൽക്കുന്ന പീടിയ ഉണ്ട്, ഹാൻഡ് മെയ്ഡ് കട്ട്ലറീസ്, പാത്രങ്ങൾ വിൽക്കുന്ന പീടിയ. പിന്നെ ഫ്രൂട്ട് ജ്യൂസ്, ബോബാട്ടി, അങ്ങനത്തെ കുറേ കടകളുണ്ട്. പിന്നെ സാദാ ചായ വിൽക്കുന്ന കട, പൊട്ടാറ്റോ ചിപ്സ് ഇല്ലേ അതൊക്കെ വിൽക്കുന്ന കട. പിന്നെ ഉണ്ണിയപ്പം മാത്രം എന്തോ ഒരു സാധനം, അതെന്താ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് വിൽക്കുന്ന ഒരു കട ഉണ്ട്. പിന്നെ ഗ്രിൽഡ് ഓസ്ട്രിച്ചിൻ്റെ മീറ്റ് വാങ്ങാൻ മറന്നുപോയി. പിന്നെ അഗൈൻ നമുക്ക് പോർക്ക് കാണാം, പോർക്കിൻ്റെ കട ഉണ്ട്. പിന്നെ ഡംപ്ലിങ്സ്, അതായത് മോമോസ് വിൽക്കുന്ന കട ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഫുള്ള് ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ആനിമൽസിൻ്റെ ശരീരത്തിലെ ഭാഗങ്ങളാട്ടോ, അതായത് താറാവിൻ്റെ തല, കോഴീൻ്റെ കാല്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അഗെയിൻ പുഴു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ്, നമ്മളെത്ര തിന്നതാണ്. ഒരു പ്രാവശ്യം തിന്നപ്പോഴത്തേക്ക് എന്താ ധിക്കാരം. പിന്നെ നമുക്ക് ചോളം വിൽക്കുന്ന കടകളുണ്ട്, ഫ്രൂട്ട്സ് അഗെയിൻ. പിന്നെ ഫ്രൈഡ് ക്വെയിൽ എഗ്സ്, കാടമുട്ട വിൽക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെ ഇളനീർ വിൽക്കുന്ന കട, ഇളനീർ ജ്യൂസ് വിൽക്കുന്ന കട. അഗെയിൻ നമ്മൾ വീണ്ടും ബാക്കിൽ ബോബാട്ടി കാണാം. അപ്പോൾ ഞങ്ങൾ ഒരു ബോബാട്ടി വാങ്ങാം എന്ന് തീരുമാനിച്ചു. ഇപ്പോൾ നമ്മുടെ ചീച്ചി ആ ബോബാട്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല രസമാട്ടോ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ കാണാം. അപ്പോൾ ഇവിടെ ഒരു ബോബാട്ടി മാത്രമല്ല കേട്ടോ, വേറെയും കുറേ ബോബാട്ടി ഉണ്ട്. മെനു നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഐസ്ഡ് ബോബാട്ടി, സാദാ ബോബാട്ടി, നോർമൽ ബോബാട്ടി, പിന്നെ ബ്ലൂബെറി ബോബാട്ടി, അങ്ങനത്തെ കുറേ ബോബാട്ടി ഉണ്ട്. അങ്ങനെ ബോബാട്ടി നമുക്ക് എത്തിയിരിക്കുകയാണ്. ഏട്ടൻ കുടിച്ച് നോക്കി, ഏട്ടന് ഇത് കുടിക്കണം എന്ന് കുറേ കാലം ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ കുടിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു, സൂപ്പറാണെന്നാണ് പറഞ്ഞത്, കുഴപ്പമില്ല. അച്ഛൻ കുടിച്ച് അച്ഛനും ഇഷ്ടപ്പെട്ടു. ഒരു മൈൽഡ് മധുരമാണ് അതിന്, ഓവർ മധുരമല്ല. പക്ഷെ ബോബ ടീ എന്ന് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, കാരണം ചായയുടെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. ഒരു ബോബ ജ്യൂസ് കുടിച്ച പോലെ തോന്നി. ആദ്യമായിട്ട് ട്രൈ ചെയ്യല്ലേ, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തോന്നുന്നു. പിന്നെ വീണ്ടും ഡ്രസ്സസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഷോസൊക്കെ നടത്തണമെങ്കിൽ, അതായത് എന്തെങ്കിലും നിങ്ങൾക്ക് പരിപാടികൾ എന്തെങ്കിലും നടത്തണമെങ്കിൽ അവിടെ ഒരു
സ്റ്റേജ് ഉണ്ട്. അങ്ങനെ ഗായ്സ് നമ്മൾ ബാങ്കോക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാങ്കോക്കാണ്. അങ്ങനെ ബാങ്കോക്കിൽ നമ്മൾ എടുത്ത ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. റോയൽ ബെഞ്ച എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ നമ്മൾ റോയൽ ബെഞ്ച ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഡ്രൈവർ ഇവിടെ ഇറക്കി തന്നിരിക്കുകയാണ് നമ്മളെ. ഹോട്ടൽ ഇത് റോയൽ ബെഞ്ച ഹോട്ടലാണ്. കണ്ടിട്ട് ഒരു ചൈനീസ് ഹോട്ടലാണെന്ന് തോന്നുന്നു. നമുക്ക് കയറി നോക്കാം, ചെക്ക് ഇൻ നോക്കാം. പേര് പോലെ തന്നെ അത്യാവശ്യം റോയലാത്തോ. കയറി നോക്കാം. ഒരു സൂട്ട് കേസൊക്കെ ഉണ്ട്. എൻ്റെ സൂട്ട് കേസ് ഇവിടെ ഗൈസ് ആണ് ഇവരുടെ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി വെക്കാം. ഷാൻഡ്ലിയർ നോക്കി ഇനി നമ്മൾ ചെക്ക് ഇൻ ചെയ്യാണ്. എന്താ പറയാനുള്ളത്? ഗൈസ് ഇവിടെ പ്രത്യേകിച്ച് ദുരിയാൻ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധനത്തിന് ഒടുക്കത്തെ മണമാണ്, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ റൂമും തേടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇതാ ഞങ്ങളുടെ റൂം ഇതാട്ടോ, 1111. അപ്പോൾ ഞങ്ങളുടെ റൂം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് റൂം 112. ഇതാണ് എൻ്റെ അച്ഛനും അമ്മേൻ്റെ റൂം. ഓക്കെ, ഇതാണ് ഇവരുടെ റൂം 113 അല്ല 1114. ബൈ. അങ്ങനെ അത് കഴിഞ്ഞു സുഹൃത്തുക്കളെ. ഇനി നമ്മൾ പോവുകയാണ്. ഇനി ഇവരുടെ റൂമിൻ്റെ ഒരു റൂം ടൂർ എടുക്കാം. നല്ല സ്പേഷ്യസ് റൂമാട്ടോ. സോഫ ഉണ്ട്. നല്ല റൂമാണ് ബാത്റൂം. സുഹൃത്തുക്കളെ ബാത്ടബ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ റൂമാണ്. നമ്മുടെ റൂം ഏകദേശം അതേപോലെ തന്നെയാണ്. വീണ്ടും ഒരു ഹൈ സോഫ. വ്യൂ നോക്കിയില്ല ഞാൻ, വ്യൂ നോക്കട്ടെ. ഇതാണ് ഗൈസ് നമ്മളെ വ്യൂ. അപ്പുറത്തെ പൂള് കാണാൻ കഴിയും. ഇവിടെ എന്താ പൂളില്ലേ, നോക്കി നോക്കണം. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ബാത്ത് ടബ് ഉണ്ടാണ്. ഇതായിരിക്കും ബാത്റൂം അല്ലേ? യെസ് ഗൈസ്, we have a bathtub, washroom, shower room. യെസ്, നല്ല റൂമാണ് ഗൈസ്. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും നമ്മൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. എങ്ങോട്ടാണെന്ന് ഇറങ്ങുന്നത് എന്നറിയോ? വി ആർ ഗോയിങ് ടു ദ ഡിന്നർ അറ്റ് ക്രൂയിസ്. നമ്മൾ ക്രൂയിസ് ഷിപ്പത്തെ ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഇനി പോകാൻ പോകുന്നത്. ഇനി അവിടെ നിന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കമൻറ്റും ചെയ്യണേ. പിന്നെ ഇനിയും വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.